ഹലോ, ഞാൻ ജോസ് തയ്യിൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു രാജ്യം ഒരു കാർഡ് എന്ന പദ്ധതിയെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യം വിപ്ലവകരമായൊരു വലിയ മാറ്റത്തിലേക്ക് കുതിക്കുകയാണ്. ഒരു രാജ്യം ഒരു കാർഡ് എന്ന പദ്ധതിയിലൂടെ നമുക്കറിയാം, ഡിജിറ്റൽ യുഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കാണാൻ പോകുന്ന ഈ കാർഡ്. പല വിദേശ രാജ്യങ്ങളിലും നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒരു കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബസ്സിലും ട്രെയിനിലും ടോൾ കൊടുക്കേണ്ട സ്ഥലത്തും പാർക്കിംഗ് കൊടുക്കേണ്ട സ്ഥലത്തിലും ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമെല്ലാം ഈ ഒരു കാർഡിലൂടെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥ ഇന്ത്യയിൽ സംജാതമാവുകയാണ്. ഒരു ഡെബിറ്റ് കാർഡ് വാങ്ങുമ്പോൾ, ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ ബാങ്കിൽ നിന്ന് വാങ്ങുമ്പോൾ അതിലൂടെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ടിക്കറ്റ് എടുക്കാനും, മെട്രോയിൽ കയറുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനും, ബസ്സിലെ ടിക്കറ്റ് ആയിക്കോട്ടെ, പാർക്കിംഗ് ആയിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇനി പുതിയ കാർഡ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരം ഉള്ള പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ചുമന്ന കളറിൽ കാണുന്ന ആ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെൽ ഐക്കൺ കാണും, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഈ കാർഡിനെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്താം. രാജ്യത്തെവിടെയും യാത്ര അടക്കമുള്ള ബഹുമുഖ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരൊറ്റ കാർഡാണ് കേന്ദ്ര ഗവൺമെൻറ് വൺ നേഷൻ വൺ കാർഡ് പദ്ധതിയിലൂടെ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് എന്ന പേരിൽ ഇറക്കിയിരിക്കുന്നത്. രാജ്യത്തെ 25 പ്രധാനപ്പെട്ട ബാങ്കുകളിലൂടെയാണ് ഈ പുതിയ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനായി നാഷണൽ മൊബിലിറ്റി കാർഡ് ഫീച്ചറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാർഡാണ് ഇറക്കിയിരിക്കുന്നത്. അത് പ്രീപെയ്ഡ് കാർഡായിട്ടും നമുക്കിത് ലഭിക്കുന്നുണ്ട്. യാത്ര അടക്കമുള്ള ആവശ്യമുള്ള തുക കാർഡ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വീകരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഷോപ്പിംഗ് മുതൽ മെട്രോ ട്രെയിനുകൾ, ബസ്സുകൾ, സബോർബൻ ട്രെയിനുകൾ, ടോൾ കേന്ദ്രങ്ങൾ, പാർക്കിംഗ് വരെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരൊറ്റ കാർഡ് ആണ് ഈ ബാങ്ക് നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നത്. യാത്രാ ആവശ്യങ്ങൾക്ക് റീചാർജ് ചെയ്യാനും സീസൺ ടിക്കറ്റ് പോലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാനും ഈ കാർഡ് കൊണ്ട് നമുക്ക് കഴിയും. ഈ കാർഡ് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക് ഫെയർ കളക്ഷൻ കൗണ്ടറുകൾ ഗവൺമെൻറ് സജ്ജമാക്കും. മെട്രോകളിലെ പോലെ പ്രവേശന ഗേറ്റുകളോ കാർഡ് റീഡറുകളോ വെച്ചിട്ടാണ് ഇത് റീഡ് ചെയ്യുന്നത്. നേരത്തെ വിദേശ നിർമ്മിത AFCകൾ ഉപയോഗിച്ചാണ് ഇന്ത്യ ഇങ്ങനെയുള്ള കാർഡുകൾ നിർമ്മിച്ചതെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ ഇന്ത്യയിൽ തന്നെ ഈ AFCകൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി അത് പരിശീലനത്തിൻ്റെ ഭാഗമായി അത് പുറത്തിറക്കി. അങ്ങനെ പരീക്ഷാടിസ്ഥാനത്തിൽ ഡൽഹി മെട്രോയിൽ ഇത് നടപ്പിലാക്കി. തടസ്സമില്ലാതെ മെട്രോയിൽ പ്രവേശിക്കാനും സ്ഥലമെത്തുമ്പോൾ ഇറങ്ങാനുമൊക്കെ ഈ കാർഡ് കൊണ്ടുതന്നെ സാധിക്കുമെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ത്യ മൊത്തം ഈ ഒരു പുതിയ വൺ നേഷൻ വൺ കാർഡിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ബാങ്കിൽ പോയി ATM കാർഡ് വാങ്ങുമ്പോൾ വിവിധ തരം കാർഡുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് റുപ്പേ കാർഡാണ്. റുപ്പി പ്ലസ് പേയ്മെൻറ്റ്, റുപ്പേ അതാണ് പറയുക. റുപ്പി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രൂപ. ആ റുപ്പി പ്ലസ് പേയ്മെൻറ്റ് റുപ്പേ കാർഡ് എന്നുള്ള പേരിൽ 2012 മാർച്ച് 26-നാണ് റുപ്പേ കാർഡ് ഇറക്കുന്നത്. 586 ബാങ്കുകളിൽ ഇന്ന് റുപ്പേ കാർഡ് നമുക്ക് നൽകുന്നുണ്ട്. ഡെബിറ്റ് കാർഡായും ക്രെഡിറ്റ് കാർഡായും പ്രീപെയ്ഡ് കാർഡുകളായും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ റുപ്പേ കാർഡിനുള്ളൊരു പ്രത്യേകത, ഇത് ഉള്ള ഇന്ത്യയിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കൂ. ഇത് രാജ്യത്തിൻ്റെ പുറത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അന്താരാഷ്ട്ര തട്ടിപ്പുകൾ ഈ കാർഡ് ഉപയോഗിച്ച് നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ റുപ്പേ കാർഡിൻ്റെ നമ്പറോ പാസ്വേഡോ ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തു നിന്ന് തട്ടിപ്പ് നടത്താൻ നോക്കിയാൽ നടക്കില്ല. കാരണം ഇത് ഇന്ത്യയിലെ ATM കൗണ്ടറുകളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ത്യക്ക് പുറത്തു പോകുന്ന ആൾക്കാർക്ക് റുപ്പേയുടെ ഗ്ലോബൽ കാർഡ് വാങ്ങാൻ കിട്ടും. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ബാങ്കിൽ പറഞ്ഞിട്ട് അതിൻ്റെ ഗ്ലോബൽ കാർഡ് വാങ്ങണം. 185 രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലോബൽ കാർഡ് നമുക്ക് ലഭിക്കും. ഈ റുപ്പേ കാർഡിൻ്റെ ഭാഗമായിട്ട് തന്നെ ധൻ ആധാർ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് വീണ്ടും ഗവൺമെൻറ് ഇറക്കി. ഈ കാർഡിൽ ആരാണോ അതിൻ്റെ കാർഡിൻ്റെ ഉടമസ്ഥൻ അയാളുടെ ഫോട്ടോ കാണും. ഒരു ദിവസം 25,000 രൂപയുടെ ട്രാൻസാക്ഷൻ അതിലൂടെ നടത്താം. ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു കാർഡാണ്, ഒരു പാസ്വേഡ് ഉള്ള കാർഡാണ് ഈ ധൻ ആധാർ കാർഡ് എന്ന് പറഞ്ഞ പേരിൽ ഇറക്കിയത്. അതിനുശേഷം റുപ്പേ പ്രീപെയ്ഡ് കാർഡ് എന്ന് പറഞ്ഞ കാർഡ് ഇറക്കി. അതായത് നമ്മൾ മുൻകൂർ തന്നെ തുക ബാങ്കിൽ കൊണ്ട് അടച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടകളിൽ പ്രീപെയ്ഡ് കാർഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാർഡാണ്.
ഇത് നമുക്ക് ഒരാൾക്ക് സമ്മാനം കൊടുക്കണം, 50,000 രൂപ സമ്മാനം കൊടുക്കണം, ഒരു കാർഡും കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഉള്ള പ്രീപെയ്ഡ് കാർഡുകളും റൂപേയുടെ ലേബലിൽ ഇറങ്ങിയിട്ടുണ്ട്. ATM കൗണ്ടറുകളിൽ അത് ഉപയോഗിക്കാം. സാധനം വാങ്ങുമ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് POS മെഷീൻ വഴി അത് നമുക്ക് സാധനം വാങ്ങാം. യാത്രകൾ പോകുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള ഒരു കാർഡാണ് റൂപേ പ്രീപെയ്ഡ് കാർഡ് എന്നുള്ള പേരിൽ ഇറങ്ങുക. പിന്നെ നമ്മൾ സാധാരണ നിങ്ങളുടെ കൈകളിൽ കാണുന്ന ATM കാർഡുകളിൽ ചിലപ്പോൾ വിസ കാർഡ് കാണും, ചിലപ്പോൾ മാസ്റ്റർ കാർഡ് കാണും. ഈ കാർഡ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ കമ്പനിയുടെ ബഹിരാഷ്ട്ര സാമ്പത്തിക സേവനദാതാക്കളായ വിസ ഇൻകോർപ്പറേറ്റഡ് എന്ന കമ്പനിയുടെ കാർഡാണ് വിസ കാർഡ് എന്ന് പേരിൽ അറിയപ്പെടുക. ഫണ്ട് ട്രാൻസ്ഫറുകൾ സുഗമമാക്കാൻ വേണ്ടി ബാങ്കുകൾക്കായി മാസ്റ്റർ കാർഡ് എന്ന കമ്പനി പുറത്തിറക്കിയ ഒരു കാർഡാണ് മാസ്റ്റർ കാർഡ് എന്ന് പറഞ്ഞ കാർഡ്. ഇത് രണ്ടും വിദേശ കമ്പനിയുടേതാണ്. ഈ കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കാർഡിൻ്റെ നമ്പർ ഉപയോഗിച്ച് വിദേശത്തു നിന്ന് പല തട്ടിപ്പുകളും നിങ്ങളുടെ കാർഡിലെ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലെ പണം വേണേൽ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ റൂപേ കാർഡിൽ അത് സാധിക്കില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റൂപേ കാർഡിനെ പ്രോത്സാഹിപ്പിക്കണം. അത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നൊരു കാർഡാണ്. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ കാർഡുകൾ നിലനിൽക്കുമ്പോഴാണ് വൺ നേഷൻ വൺ കാർഡ് എന്ന പദ്ധതിയിലേക്ക് ഈ റൂപേ ഉപയോഗിച്ച് ഗവൺമെൻറ് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥാപനം 2008 മുംബൈ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനമാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ബാങ്കിങ് മേഖലയിലെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രൊഡക്റ്റുകളാണ് നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് എന്ന് പറയുന്ന സാധനം, നാഷണൽ ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസ്. നമ്മൾ ചെക്കുകളൊക്കെ കൊടുക്കുമ്പോൾ ക്ലിയറൻസിന് വേണ്ടി പോയി വരുന്ന ആ ക്ലിയറിംഗ് ഹൗസ് അവരാണ് സ്ഥാപിച്ചിരിക്കുന്നത്. റൂപേ കാർഡ് 2012 മാർച്ച് 26 ഇവരാണ് പുറത്തിറക്കിയത്. ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം ഏർപ്പെടുത്തിയത് ഇവരാണ്. ആധാർ എന്ന എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം, അതായത് ആധാർ 2009 ജനുവരി 28 പുറത്തിറങ്ങുന്നത്. ഈ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ UPI എന്ന് പറഞ്ഞ സിസ്റ്റം ഇവരുടെ പ്രൊഡക്റ്റാണ്. നമുക്കറിയാം, നെറ്റ് ഇല്ലെങ്കിൽ പോലും സാധാരണ ആൾക്കാരുടെ ഫോണിൽ നിന്ന് *99# എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ബാലൻസും ബാങ്കിലെ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ സാധിക്കുന്ന ആ സിസ്റ്റം കൊണ്ടുവന്നത് ഈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ റൂപേ കാർഡും പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു രാജ്യം ഒരു കാർഡ് പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ബാങ്കുകളിൽ പോയി നിങ്ങളുടെ ATM കാർഡ് പുതുക്കി വാങ്ങുന്ന സമയത്ത് പറഞ്ഞു തന്നെ വാങ്ങുക. ഈ ഒരു രാജ്യം ഒരു കാർഡ് വേണമെന്ന് പറയുക. ആ കാർഡ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ്സുകളിലും ട്രെയിനുകളിലും ടിക്കറ്റ് എടുക്കാനും, ഷോപ്പിംഗ് മാളുകളിൽ ഷോപ്പിംഗ് നടത്തുമ്പോൾ അവിടെ ബിൽ പേ ചെയ്യാനും, ടോളുകൾ കൊടുക്കാനും, പാർക്കിങ്ങിന് പോകുമ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡായിട്ട് അതിനെ നമുക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.